ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇപ്പോൾ നമ്മൾ LP-UP എക്സാമിനെ ബേസ് ചെയ്തുള്ള ഒരു മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, അല്ല അതിൻ്റെ ഒരു സീരീസ് സെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നമ്മുടെ ഏറ്റവും പുതിയ മാറിയ 5ാം ക്ലാസ്സിലെ 2 ചാപ്റ്ററുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളും അതേപോലെ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും നമ്മൾ കഴിഞ്ഞ ആ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തു. ഈ ഒരു സെക്ഷനിൽ 5ാം ക്ലാസ്സിലെ ആ മാറിയ ടെക്സ്റ്റിൻ്റെ മറ്റ് 2 ചാപ്റ്ററുകൾ, നമ്മൾ 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്ററാണ് കഴിഞ്ഞ സെക്ഷനിൽ ഡിസ്കസ് ചെയ്തതെങ്കിൽ ഈ ഒരു സെക്ഷനിൽ 3ാമത്തെ ചാപ്റ്ററും 4ാമത്തെ ചാപ്റ്ററും ആണോ, 3ാമത്തെ തേർഡ് ചാപ്റ്ററും അതേപോലെ 4th ചാപ്റ്ററുമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ നോക്കിക്കൊള്ളുക, നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജലം നിത്യജീവിതത്തിൽ, അതേപോലെ തന്നെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവനുള്ള വിത്തുകൾ എന്ന് തുടങ്ങിയ 2 ചാപ്റ്ററുകളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ആ ചാപ്റ്ററിലേക്ക് കിടക്കാം. ആദ്യം ജലം നിത്യജീവിതത്തിൽ. നമുക്കറിയാം ജലം എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം അത്യന്താപേക്ഷിതമാണ് എന്ന് നമുക്കറിയാം. നമ്മൾ സാധാരണഗതിയിൽ പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ അവിടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ പുഴവെള്ളത്തിൽ നിന്ന് എങ്ങനെ ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം നിർമ്മിക്കാം, അതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പുഴവെള്ളത്തെ വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നതിനായിട്ട് ഒരു ടാങ്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സെപ്പറേറ്റ് ടാങ്കിലേക്ക് നിക്ഷേപിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം എന്താണ്, വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു. രണ്ടാമത്തെ ഘട്ടം മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു. ഒന്നാമത്തെ ഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നതാണ് ഒന്നാമത്തെ ഘട്ടം, അരിച്ചു മാറ്റുന്നു. രണ്ടാമത്തത് വേസ്റ്റ് മെറ്റീരിയലുകൾ അടിയാനായിട്ട് അനുവദിക്കുന്നു ആണോ. ഇനി മൂന്നാമത്തെന്ന് പറയുമ്പോൾ പല തട്ടുകളുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. ഇവിടെ എന്താണ്, ആക്ച്വലി പല തട്ടുകൾ കൊണ്ടുള്ള അരിപ്പകൾ കൊണ്ട് ആ വെള്ളത്തെ എന്ത് ചെയ്യുന്നു, അരിച്ചു മാറ്റുന്നു, പുഴവെള്ളത്തെ അരിച്ചു മാറ്റുന്നു. നാലാമത്തത് അതിനുള്ളിൽ രോഗകാരികളായിട്ടുള്ള ബാക്ടീരിയയോ ഫംഗസുകളോ വൈറസുകളോ എല്ലാം കാണാം. അത്തരത്തിൽ രോഗകാരികളെ നശിപ്പിക്കുന്നത് നാലാമത്തതിലാണ് രോഗകാരികളെ നശിപ്പിക്കുന്നത്. അഞ്ചാമത്തത് ടാങ്കില് എന്ത് ചെയ്യുന്നു, സംഭരിക്കുന്നു. 5 ടാങ്കിൽ സംഭരിക്കുന്നു. പിന്നീട് അതെന്ത് ചെയ്യുന്നു, ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ പുഴവെള്ളത്തിൽ നിന്ന് ശുദ്ധജലം നിർമ്മിക്കുന്ന ഘട്ടങ്ങളാണ് ഏതൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഒന്ന്, വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നതാണ്. രണ്ടാമത്തത് ആ മാലിന്യങ്ങൾ അടിയാനായിട്ട് അനുവദിക്കുന്നു. പിന്നെ പല തട്ടുകളുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. നാലാമത്തത് എന്ന് പറയുമ്പോൾ രോഗാണുക്കളെ നശിപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. അഞ്ചാമത്തത് ശേഖരിക്കുന്നു. ആറാമത്തത് വീടുകളിലേക്ക് എന്ത് ചെയ്യുന്നു, എത്തിക്കുന്നു. തുടങ്ങിയ 6 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പുഴവെള്ളത്തിൽ നിന്ന് നമ്മൾ ശുദ്ധജലം നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറയുന്നതാണ്, അതുകൊണ്ട് മനസ്സിലാക്കുക. പിന്നീട് അടുത്തൊരു സെക്ഷൻ നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലുമുള്ള ജലത്തിന്റെ അളവ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ പല റാങ്ക് ഫയലുകളിൽ നോക്കുമ്പോഴും പല വാല്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ SCERT ഏറ്റവും പുതിയ SCERTയിൽ കൊടുത്തിരിക്കുന്ന വാല്യൂസ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ തലച്ചോറിൽ പുതിയ SCERTയിൽ കൊടുത്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 73% ജലം തലച്ചോറിലുണ്ട്. 73% അല്ലെ, 73% ജലം തലച്ചോറിലുണ്ട്. അടുത്തത് രക്തമാണ്. രക്തത്തിൽ 94% ജലമാണ് രക്തത്തിലുള്ളത്. വൃക്കകളിലേക്ക് വരുമ്പോൾ അത് 79%. 79% ജലം വൃക്കകളിലുണ്ട്. പേശികളില് 75% ജലം പേശികളിലുണ്ട്. ഹൃദയത്തിലേക്ക് വരുമ്പോൾ അവിടെയും 75%. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക, ഹൃദയത്തിലും പേശികളിലും 75%. ഏകദേശ വാല്യൂ എന്ന് പറഞ്ഞാൽ 75%-ഓളം ജലമുണ്ട്. ശ്വാസകോശങ്ങളിലാണെങ്കിൽ അതിന്റെ വാല്യൂ കൂടുന്നു, 83% ശ്വാസകോശം. പിന്നീട് അസ്ഥികൾ എന്ന് പറയുമ്പോൾ അതിലെ 31% ജലമാണ്. അപ്പോൾ ഇത് നമ്മൾ പല റാങ്ക് ഫയൽ നോക്കുവാണെങ്കിൽ പല വാല്യൂസ് കാണും. ഇപ്പോൾ PSC ഒരു ചോദ്യം ചോദിക്കുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും SCERTയിൽ നിന്നുള്ള കണ്ടന്റുകളായിരിക്കും അതിൽ നിന്ന് കൂടുതലായിട്ടും വരുന്നത്. അതുകൊണ്ട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ SCERT കണ്ടന്റുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ വാല്യൂസ് ക്ലിയർ ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ മറക്കണ്ട,
തലച്ചോറിൽ 73%, രക്തത്തിൽ 94, വൃക്കകളിലത് 79, പേശികളിലത് 75%, പേശികളിലും ഹൃദയത്തിലും 75%, ശ്വാസകോശം 83%, അസ്ഥികളിലാണെങ്കിൽ 31% എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്തൊരു ഭാഗത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജലത്തെ നമ്മൾ സാർവിക ലായകം എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് വസ്തുക്കൾ ജലത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും, മിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ജലത്തെ നമ്മൾ സാർവിക ലായകം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ലായനി? നമുക്കറിയാം ആ ലായനി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത്? ഒരു ലീനവും ചേർക്കും, ഒരു ലായകവും ചേർക്കും. അതായത് ഫോർ എക്സാമ്പിൾ പഞ്ചസാര എന്ന് പറയുന്ന ലായനിയാണ്. ആ പഞ്ചസാര ലായനിയിൽ ചേർക്കുന്ന ലീനം കുറഞ്ഞ അളവിലുള്ള തന്മാത്രകളല്ലേ, അളവിലുള്ളവയാണ് നമ്മൾ ലീനം എന്ന് പറയുന്നത്. ലീനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പഞ്ചസാരയും, അതിലുള്ള ലായകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളമാണ്. അപ്പൊ അത്തരത്തില് ലീനവും ലായകവും എന്തൊക്കെയാ? ലീനവും ലായകവും കൂടെ ചേരുന്നതാണ് എന്ത്? ലായനി. അങ്ങനെ പഞ്ചസാര എന്ന് പറയുന്ന ലീനവും വെള്ളം എന്ന് പറയുന്ന ലായകവും കൂടെ ചേർന്ന് പഞ്ചസാര ലായനി ഉണ്ടാവുന്നു. അതേപോലെ തന്നെ സോഡാ വാട്ടറിൽ എന്താ ലീനം? എന്താ ഇവിടെ മനസ്സിലാക്കുക. സോഡാ വാട്ടറിലെ ലീനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ലായകം എന്ന് പറയുന്നത് ജലം അല്ലെങ്കിൽ വെള്ളം തന്നെയാണ് ലായകം എന്ന് പറയുന്നത്. പത്രത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടെ ചേർത്ത് സോഡാ വാട്ടർ നിർമ്മിക്കുന്നു. അപ്പൊ അത് മനസ്സിലാക്കുക. എന്താണ് ലീനം, എന്താണ് ലായകം, എന്താണ് ലായനി? ചെറുക്കുന്ന സ്മോൾ എമൗണ്ടിലുള്ളതിനെ ലീനം എന്നും, ലായകം വെള്ളം, മിക്കപ്പോഴും ലായകം വെള്ളമായിരിക്കും, രണ്ടും കൂടെ ചേർന്ന് എന്ത് നിർമ്മിക്കുന്നു? ലായനി നിർമ്മിക്കുന്നു. ഓക്കെ, ആ ഒരു കൺസെപ്റ്റുകളാണ് ആ ഒരു ചാപ്റ്ററിലുള്ളത്. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. നമുക്കറിയാം ഒരു വിത്ത് മുളച്ച് ഒരു ചെടിയാവും. ആ വിത്തിൽ ആദ്യം രൂപപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വിത്തിൽ നിന്ന് ആദ്യം രൂപപ്പെടുന്ന താഴോട്ട് വളരുന്ന ഒരു സ്ട്രക്ചറാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ. 2 ടേമും പഠിക്കണം, ഇംഗ്ലീഷും മലയാളവും പഠിക്കണം. ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ. ഈ റാഡിക്കിൾ അല്ലെങ്കിൽ ബീജമൂലത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? റൂട്ട് അല്ലെങ്കിൽ വേരുണ്ടാവുന്നത്. റൂട്ട് അല്ലെങ്കിൽ വേരുണ്ടാകുന്നത് ഈ ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിളിൽ നിന്നാണ്. പിന്നീട് ഈ താഴേക്ക് വളരുന്നതാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ. അതാണ് ആദ്യമായിട്ട് രൂപപ്പെടുന്നത്. മുകളിലേക്ക് വളരുന്നതുണ്ടോ? ആ മുകളിലേക്ക് വളരുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ബീജശീർഷം അല്ലെങ്കിൽ പ്ലമ്യൂൾ എന്ന് പറയും. ബീജശീർഷം അല്ലെങ്കിൽ പ്ലമ്യൂൾ ആണ് മുകളിലേക്ക് വളരുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു വിത്ത് മുള പൊട്ടി ആദ്യം രൂപപ്പെടുന്നത് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കിൾ, അത് വേരായിട്ട് മാറുന്നു. പിന്നീട് രൂപപ്പെടുന്ന ബീജശീർഷം, മുകളിലേക്ക് വളരുന്ന ഭാഗം അല്ലേ, വേരിന്റെ മുകളിലേക്ക് വളർന്ന ഭാഗമാണ് നമ്മൾ ഷൂട്ട് സിസ്റ്റം എന്നൊക്കെ പറയുന്നത്, ഷൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് രൂപപ്പെടുന്നത് അല്ലെങ്കിൽ അതിന്റെ തണ്ടും ഇലകളും എല്ലാം രൂപപ്പെടുന്നത് എന്തിൽ നിന്നാണ്? ഈ ബീജശീർഷത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. ബീജശീർഷം അല്ലെങ്കിൽ പ്ലമ്യൂൾ. അപ്പൊ മനസ്സിലാക്കുക, റാഡിക്കിളിൽ നിന്ന് റൂട്ടും പ്ലമ്യൂളിൽ നിന്ന് സ്റ്റെമ്മും, റാഡിക്കിളിൽ നിന്ന് റൂട്ടും പ്ലമ്യൂളിൽ നിന്ന് സ്റ്റെമ്മും ആണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തത് ഹൈഡ്രോപോണിക്സ്. ഇതൊരു നൂതന കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ സാധാരണ കൃഷി ചെയ്യാൻ മണ്ണ് ആവശ്യമാണ്. പക്ഷെ ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്ന ഒരു കൃഷി രീതിക്ക് എന്താവശ്യമില്ല? മണ്ണ് ആവശ്യമില്ല. അപ്പൊ അത്തരത്തിൽ മണ്ണ് ആവശ്യമില്ലാത്ത ഒരു കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ്. മണ്ണില്ലാതെ എങ്ങനെ കൃഷി ചെയ്യും? അതായത് ഒരു ചെടി വളരുന്നു, ഈ ചെടിയുടെ റൂട്ട് വേരുകൾ വളരുന്നത് ഒരു സൊല്യൂഷനിലേക്കാണ്, ഒരു ദ്രാവകത്തിലേക്കാണ്, ഒരു ന്യൂട്രിയന്റ് സൊല്യൂഷനിലേക്കാണ് ഇതിന്റെ വേരുകൾ വളരുന്നത്. ഇതിന്റെ വേരുകൾ ഇത്തരത്തിൽ വളരുന്നത്. കണ്ടോ, ഇതിന്റെ വേരുകൾ വളരുന്നത് എന്താണ്? ഒരു ന്യൂട്രിയന്റ് സൊല്യൂഷനിലേക്കാണ് വേരുകൾ വളരുന്നത്. അപ്പൊ ഇതിനു വേണ്ട സാധാരണ മണ്ണ് ആവശ്യമാണ്. പക്ഷെ ഇവിടെ എന്തില്ല? മണ്ണില്ല. ആ വേര് വളരുന്നത് എന്താണ്? ഒരു ന്യൂട്രിയന്റ് സൊല്യൂഷനിലേക്കാണ്. അപ്പൊ അത്തരം കൃഷി രീതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. കണ്ടോ, മണ്ണില്ലാതെയും സസ്യങ്ങൾ വളർത്തുന്ന ഒരു നൂതന കൃഷി രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. കണ്ടേ, ഇവിടെ മണ്ണിന് പകരം പോഷക ലായനിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരം കൃഷി രീതിയെ നമ്മൾ വിളിക്കുന്ന പേര് ഹൈഡ്രോപോണിക്സ്. അതേപോലെ തന്നെ എയറോപോണിക്സ് ഉണ്ട്. എന്ത് എയറോപോണിക്സ്? ഇവിടെ എയറോപോണിക്സ് ഈ എയറോപോണിക്സിൽ നമ്മൾ ഹൈഡ്രോപോണിക്സിൽ വേരുകൾ വളരുന്നത് വാട്ടർ അല്ലെങ്കിൽ ന്യൂട്രിയന്റ് സൊല്യൂഷനിലേക്കാണ് എങ്കിൽ എയറോപോണിക്സിൽ വേരുകൾ വളരുന്നത് എയറിലേക്ക് വേരുകൾ വളരും.
എന്നിട്ട് സസ്യങ്ങൾ ഇത്തരത്തിൽ വളരുന്നു. ഇവിടെ എയറിലേക്ക് വേരുകൾ വളർന്നു കഴിഞ്ഞാൽ ആ വേരിന് ആവശ്യമായിട്ടുള്ള ജലവും ലവണങ്ങളും വേണം. അതെന്ത് ചെയ്യും? അത് നമ്മൾ ഇടവേളകളിൽ ഇടവിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അത്തരം കൃഷി, അതും ഒരു നൂതന കൃഷി രീതിയാണ്, അതും മണ്ണില്ലാതെയുള്ള കൃഷി രീതിയാണ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് എയറോപോണിക്സ്. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, എയറോപോണിക്സും ഹൈഡ്രോപോണിക്സും. ഹൈഡ്രോപോണിക്സ് ആണ് എങ്കിൽ റൂട്ട് വളരുന്നത് ന്യൂട്രിയൻ സൊല്യൂഷനിലേക്കും, എയറോപോണിക്സ് ആണ് എങ്കിൽ റൂട്ട് വളരുന്നത് എയറിലേക്കുമാണ്. എന്നിട്ട് നമ്മൾ ന്യൂട്രിയൻ സൊല്യൂഷനുകൾ അല്ലെങ്കിൽ അതിന് വേണ്ട പോഷകഘടകങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ആ കൃഷി രീതിയാണ് എയറോപോണിക്സ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ഹൈഡ്രോപോണിക്സും എയറോപോണിക്സ്. അടുത്ത നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് സീഡ് ജെർമിനേഷൻ. വിത്ത് മുള പൊട്ടുമ്പോൾ ആദ്യം രൂപപ്പെടുന്നത് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ ആണ്, അല്ലെ? പിന്നീടാണ് ബീജശീർഷം അല്ലെങ്കിൽ പ്ലമ്യൂള് പുറത്തു വരുന്നത്. ആ റാഡിക്കൽ ബീജമൂലം വേരായിട്ട് മാറുന്നു, റാഡിക്കൽ റൂട്ടായിട്ട് മാറുന്നു. ബീജശീർഷം അല്ലെങ്കിൽ പ്ലമ്യൂള് തണ്ടും ഇലയുമായിട്ട് മാറുന്നു. അതേപോലെ പൂർണ്ണതോതിൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് വരെ ബീജപത്രത്തിലെയോ ബീജാനത്തിലെയോ, ഏതൊക്കെയാണ്? ബീജപത്രത്തിലെയോ ബീജാനത്തിലെയോ കരുതി വെച്ച ആഹാരമാണ് വളർന്നു വരുന്ന സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഒരു സസ്യങ്ങളിലെ അതിൻ്റെ ഇലകൾ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ അതിൽ പൂർണ്ണമായിട്ട് ഫോട്ടോസിന്തസിസ് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുവരെ അതിന് വേണ്ട ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് ബീജപത്രം അതേപോലെ ബീജാന്നമാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ കുറച്ച് വേരുകൾ കൊടുത്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരുകൾ. ഇവിടെ ഒന്ന് എന്ന് പറയുന്നത് താങ്ങുവേരുകൾ അല്ലെങ്കിൽ പ്രോബ് റൂട്ടുകൾ. താങ്ങുവേരുകൾ നമ്മൾ ആൽമരം പോലുള്ള മരങ്ങളിൽ കാണപ്പെടുന്ന വേരുകളാണ് താങ്ങുവേരുകൾ എന്ന് പറയുന്നത്. പറ്റുവേരുകൾ അല്ലെങ്കിൽ പറ്റുവേരുകൾ പറ്റിപ്പിടിച്ച് വളരാനായിട്ട് സഹായിക്കുന്ന വേരുകളാണ് പറ്റുവേരുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോപോറുകളാണ്. ഇവിടെ എന്താണ് ഈ ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോപോർ? കണ്ടൽ ചെടികളുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കണ്ടൽ ചെടികളുള്ള സ്ഥലങ്ങളിൽ ഈ വേരുകൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കും, അല്ലെ? വേരുകൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാതകങ്ങളുടെ സംവഹനത്തിനാണ്. വാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന വേരുകൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കും. അത്തരം വേരുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, മലയാളത്തിലാണെങ്കിൽ ശ്വസന വേരുകളെന്നും, ഇംഗ്ലീഷ് ടേം കൂടെ പഠിക്കുക, ന്യൂമാറ്റോപോസ്. ഇംഗ്ലീഷ് ടേം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ന്യൂമാറ്റോപോർ. പി സൈലന്റ് ആണ് അവിടെ. സോ ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോപോറുകൾ കാണപ്പെടുന്നത് കണ്ടൽ ചെടികളിലാണ്. കണ്ടൽ ചെടികളിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന പ്രത്യേകതരം വേരുകളെയാണ് നമ്മൾ ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോപോർ എന്ന് അറിയുന്നതെന്ന് മനസ്സിലാക്കും. 3 വേരുകൾ പറഞ്ഞു, താങ്ങുവേരുകൾ പറഞ്ഞു, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പറ്റുവേരുകളും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇമ്പോർട്ടൻ്റ് എവിടെയാണ്? ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോപോർ. എവിടെ കാണപ്പെടുന്നു? കണ്ടൽ ചെടികളിൽ കാണപ്പെടുന്നു. എന്തിന് സഹായിക്കുന്നു? ഈ വാതക വിനിമയം അല്ലെങ്കിൽ വാതക വിനിമയത്തിന് സഹായിക്കുന്ന മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന കണ്ടൽ ചെടികൾ കാണപ്പെടുന്ന വേരുകളെ, പ്രത്യേകതരം വേരുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോപോറുകൾ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഇനി ഇലകൾ നോക്കുമ്പോൾ ആ ഇലകളിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള സ്ഥിരാവിന്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒന്നെന്ന് പറയുന്നത് ജാലികാ സ്ഥിരാവിന്യാസം. കണ്ടോ, ഇത്തരത്തിലുള്ള സ്ഥിരാവിന്യാസത്തെ ജാലികാ സ്ഥിരാവിന്യാസം എന്നും, രണ്ടാമത്തേതാണ് എന്തെന്ന് പറയുന്നത് സമാന്തര സ്ഥിരാവിന്യാസം എന്നും. കണ്ടോ, ഇത്തരത്തിലുള്ള സ്ഥിരാവിന്യാസത്തെ നമ്മൾ സമാന്തര സ്ഥിരാവിന്യാസം എന്നും പറയുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഇലകളിലെ സ്ഥിരാവിന്യാസം 2 തരത്തിലുണ്ട്. ഒന്ന് ജാലികാ സ്ഥിരാവിന്യാസവും 2 സമാന്തര സ്ഥിരാവിന്യാസവും. അതിൽ ജാലികാ സ്ഥിരാവിന്യാസം അല്ലെങ്കിൽ പൊതുവെ കാണപ്പെടുന്നത് എവിടെയാണ്? ഡൈക്കോട്ട് പ്ലാന്റുകളിലാണ്. 2 കോട്ടിലിഡൻസ് ഉള്ള ദ്വിബീജപത്ര സസ്യങ്ങൾ അല്ലെങ്കിൽ ഡൈക്കോട്ട് പ്ലാന്റിലാണ് ജാലികാ വിന്യാസം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതേപോലെ നീളനിലകൾ കാണപ്പെടുന്നത് മോണോകോട്ട് പ്ലാന്റ്, നമ്മുടെ തെങ്ങിലെ ഓലയൊക്കെ മോണോകോട്ട് പ്ലാന്റ് ആണ്. ഒരൊറ്റ കോട്ടിലിടാനുള്ള ഏകബീജപത്ര സസ്യങ്ങളിലാണ് എന്ത് സമാന്തര സ്ഥിരാവിന്യാസം കാണുന്നതെന്ന് കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അപ്പൊ സ്ഥിരാവിന്യാസം 2 തരത്തിലുണ്ട്, ജാലികാ സ്ഥിരാവിന്യാസവും സമാന്തര സ്ഥിരാവിന്യാസവും. ജാലികാ സ്ഥിരാവിന്യാസം എവിടെയാണ്? ദ്വിബീജപത്ര സസ്യങ്ങൾ അല്ലെങ്കിൽ ഡൈക്കോട്ട് പ്ലാന്റുകളിലും. സമാന്തര സ്ഥിരാവിന്യാസം ഏകബീജപത്ര സസ്യങ്ങൾ അല്ലെങ്കിൽ മോണോകോട്ട് പ്ലാന്റിലുമാണ് കാണുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ആ ഒരു 2 ചാപ്റ്ററുകളിലായിട്ട് കിടക്കുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ കുറച്ച് ചോദ്യങ്ങളൊന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഹൃദയത്തിലുള്ള ജലത്തിന്റെ അളവ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ആദ്യം നമ്മൾ പഠിച്ച ഹൃദയത്തിലുള്ള ജലത്തിന്റെ അളവ് കണ്ടോ, ഹൃദയത്തിലും പേശികളിലും
ഹൃദയത്തിലും പേശികളിലും ജലത്തിന്റെ അളവ് എന്ന് പറയുന്നത് 75% നമ്മൾ പഠിച്ചതാ അല്ലെ. അപ്പൊ എത്രയാണ് ഹൃദയത്തിലുള്ള ജലത്തിന്റെ അളവ്, ഹൃദയത്തിലും പേശികളിലുമുള്ള ജലത്തിന്റെ അളവ് 75%. അതാണ് ഞാൻ ഇവിടെ പഠിപ്പിച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാ. ആ സെക്ഷൻസിൽ ആ ഒരു പെർസെൻറ്റേജ്, വാട്ടർ പെർസെൻറ്റേജ് മേ ബി ചോദിക്കാൻ സാധിക്കുമ്പോഴത്തേക്കുള്ള നല്ലൊരു ചോദ്യമാണ്. ഇനി വരുന്ന PSC എക്സാമുകൾക്കാണെങ്കിലും ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: പുഴവെള്ളത്തിന്റെ ശുദ്ധീകരണ ഘട്ടങ്ങളിൽ പെടാത്തത് ഏത്? ഇവിടെ മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു, അത് പെടുന്നതാണ്. രോഗാണുക്കളെ നശിപ്പിക്കുന്നു, അതും പെടുന്നതാണ്. ജലം ചൂടാക്കുന്നു, അത് നമ്മൾ പഠിച്ചില്ല അല്ലേ, അത് പെടാത്തതാണ്. ടാങ്കിൽ സംഭരിക്കുന്നു, അതും പെടുന്നതാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഇതിലെ സ്റ്റേറ്റ്മെന്റിൽ റോങ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? വിത്ത് മുളയ്ക്കുമ്പോഴുള്ള ബീജമൂലം വേരായിട്ട് മാറുന്നു. നമ്മൾ പറഞ്ഞു അല്ലെ, ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കലുകളാണ് റൂട്ട് അല്ലെങ്കിൽ വേരായിട്ട് മാറുന്നത്. മണ്ണില്ലാതെയുള്ള നൂതന കൃഷിരീതിക്ക് ഉദാഹരണമാണ് അക്വാപോണിക്സ് എന്ന് പറയുന്നത്. അക്വാപോണിക്സ് എന്ന് പറയുന്നത് അക്വാപോണിക്സ് അല്ല, അത് ഹൈഡ്രോപോണിക്സ് ആണ്. അപ്പൊ അത് മിസ്റ്റേക്ക് ആണ്, തെറ്റാണ് അല്ലെ. മണ്ണില്ലാതെയുള്ള കൃഷിരീതി രണ്ടെണ്ണമാണ്. ഒന്ന് ഹൈഡ്രോപോണിക്സും രണ്ടാമത്തെ എന്താണ്? എയറോപോണിക്സും ആണ്. ഇവിടെ അക്വാപോണിക്സ് എന്ന് പറയുന്നത് തെറ്റാണ്, അപ്പൊ അതല്ല ആൻസർ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത്, കണ്ടൽ ചെടികളിൽ കാണുന്ന പ്രത്യേകതരം വേരുകളാണ് ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോപോറുകൾ അല്ലെ. വാതക വിനിമയത്തിന് സഹായിക്കുന്ന ശ്വസന വേരുകൾ അല്ലെങ്കിൽ ന്യൂമാറ്റോപോറുകൾ. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഏകബീജപത്ര സസ്യങ്ങളിൽ സമാന്തര സ്ഥിരാവിന്യാസം കാണപ്പെടുന്നു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ദ്വിബീജപത്ര സസ്യങ്ങളിലാണ് എങ്കിൽ നമ്മൾ പറഞ്ഞു ജാലിക സ്ഥിരാവിന്യാസവും, ഏകബീജപത്ര സസ്യങ്ങളിലാണ് എങ്കിൽ സമാന്തര സ്ഥിരാവിന്യാസവും നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഏകബീജപത്ര സസ്യങ്ങളിലാണ് സമാന്തര സ്ഥിരാവിന്യാസം കാണപ്പെടുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിലെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മാത്രമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ. ഓക്കെ അല്ലേ. അപ്പൊ നമ്മളെ തീർച്ചയായിട്ടും LP-UP നോക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട SCRT ആണ്. നമ്മളിപ്പോൾ നിലവിൽ ആദ്യത്തെ 2 ചാപ്റ്ററുകൾ, ഇപ്പോൾ നമ്മൾ 2 ചാപ്റ്ററുകൾ, ടോട്ടൽ 4 ചാപ്റ്ററുകൾ, 5ാം ക്ലാസ്സിലെ 4 ചാപ്റ്ററുകൾ നമ്മളിപ്പോൾ കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും കേട്ടിട്ട് പാസ്സായി അടുത്ത LP-UP നോക്കാൻ പഠിച്ച് സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ പഠനം കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ ഏറ്റവും പുതിയ LP-UP മിഷൻ LP-UP ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എത്രത്തോളം നേരത്തെ പഠിച്ചു തുടങ്ങുന്നോ അതെന്തുകൊണ്ടും ഏറ്റവും യൂസ്ഫുൾ ആണ്. എത്രത്തോളം നേരത്തെ പഠിച്ചു തുടങ്ങുന്നോ അത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഈ വരുന്ന എക്സാമുകളെല്ലാം നല്ല ടൈറ്റാണ്. അത്യാവശ്യം നല്ല ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന എക്സാമാണ്. കട്ട് ഓഫും കൂടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കോമ്പറ്റീഷൻ മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിന് നിങ്ങളെ സഹായിക്കാനായിട്ടാണ് ഏറ്റവും പുതിയൊരു LP-UP ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ബാച്ചിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം അല്ലേ. റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് സെക്ഷൻസ്, വീക്കിലി ലൈവ് സെക്ഷൻസ്, വീക്കിലി എക്സാമുകൾ, മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്കുള്ള റൈറ്റ് ഓപ്ഷനാണ് നമ്മുടെ CC എന്ന് പറയുന്നത്, നമ്മുടെ CCയുടെ LP-UP ബാച്ച്. ഇപ്പോൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.